അൽസലാം മോഹൻലാലിൻ്റെ തുടരും 24-ാം ദിനത്തിലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബോക്സ് ഓഫീസിൽ തീവെട്ടിക്കൊള്ള എന്ന് തന്നെയാണ് പറയാനുള്ളത്. ബോക്സ് ഓഫീസിനെ ഇത്ര രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന മറ്റൊരു സിനിമയുമില്ല. 24-ാം തീയതി ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മാതിരി കൊടൂര തൂക്ക് തന്നെയാണ്. സിനിമ ഉച്ചയ്ക്ക് 3 വരെയുള്ള ട്രാക്ട് റിപ്പോർട്ടുകൾ വരുമ്പോൾ 472 ഷോകളിൽ നിന്ന് 55,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 84 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ സിനിമ 1 കോടി കടന്നിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ചെറിയ ഇടിവുകളുണ്ടെങ്കിൽ വീണ്ടും കുതിച്ചുയരുന്നു. ചെറിയ ഇടിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ദിവസവും 1.5 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു തീവെട്ടിക്കൊള്ള തന്നെയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് സിനിമകൾ ഇതിനോടൊപ്പം റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് പോലെയുള്ള അല്ലെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി പോലെയുള്ള സിനിമ നിൽക്കുന്നു. ആ ഒരു അവസരത്തിലും സിനിമ ഏറ്റവും ടോപ്പായിട്ട് തന്നെ നിൽക്കുന്നു. അതുതന്നെയാണ് മലയാളികൾ മോഹൻലാലിന് നൽകുന്ന സ്നേഹവും. ഇപ്പോൾ 38% ഉച്ചവരെയുള്ള ഒക്യുപ്പൻസി. ഈ ഒരു ഒക്യുപ്പൻസി വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ലഭിച്ച കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ഞായറാഴ്ച ലഭിച്ചത് 73.5% ഒക്യുപ്പൻസി ആയിരുന്നു. 4,45 ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അതായത് 5 കോടിക്ക് മുകളിലാണ് കഴിഞ്ഞ ഞായറാഴ്ചയും 1371 ഷോകളിൽ നിന്ന് 2,90,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇന്ന് മികച്ച രീതിയിൽ തന്നെ വരുന്നു. 1000-ന് മുകളിലുള്ള ഷോകളാണ് ഇനിയും ട്രാക്ക് ചെയ്യപ്പെടാനുള്ളത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും ഇന്നലത്തേക്കാൾ മുകളിലുള്ള കളക്ഷൻ. ഇന്നലെ 1,80 ലക്ഷം രൂപയോളമാണ് വന്നതെങ്കിൽ ഇന്ന് 2,50 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പക്ഷേ 3 കോടി എത്തിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അമ്മാതിരി കൊടൂരമായിട്ടുള്ള തൂക്ക് തന്നെയാണ്. ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ, ലാലേട്ടാ ഇതെന്ത് ഭാവിച്ചാണ്? ബാക്കിയുള്ളവർക്ക് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഇടണ്ടേ? അതോ നിങ്ങളടുത്ത് 100 വർഷത്തേക്ക് ഇൻഡസ്ട്രി ഹിറ്റ് ഇട്ടിട്ട് അടുത്ത പടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണോ? നിങ്ങൾ തന്നെ തകർക്കുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. കാരണം അമ്മാതിരി ഇതാണ്. പിള്ളേർ ശരിക്കും വേർക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാരണം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ സിനിമ 110 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇതിൻ്റെ ഫൈനൽ റൺ വരുമ്പോൾ ഒരു പക്ഷേ 125 150 കോടി എത്തിയാൽ അത് ഇനി വരുന്ന സിനിമകൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് കാത്തിരിക്കേണ്ടിയും വരുമെന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽസലാം.